ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം ഓഫ് കോഴ്സ് അതൊരു ബക്കറ്റ് ലിസ്റ്റാണ്. എൻ്റെ വൈഫിൻ്റെ ഞങ്ങളുടെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിലെ ഏറ്റവും വലിയ ബക്കറ്റ് ലിസ്റ്റ് അത് വേറെ ഒന്നുമില്ല, വളകാപ്പ്. അപ്പോൾ ഇന്ന് എൻ്റെ വൈഫിൻ്റെ വളകാപ്പാണ്. അപ്പോൾ ഈ ഒരു വളകാപ്പ് വീഡിയോയ്ക്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു വൃന്ദാവനിലാണ്. അപ്പോൾ ഒരു വൃന്ദാവൻ്റെ കഥയും വൃന്ദാവൻ ആരാണ് ഉണ്ടാക്കിയതും ഈ വൃന്ദാവനിൽ ആരൊക്കെയാണ് വരുന്നതും ഒക്കെ കാണാം. സ്റ്റേ ട്യൂൺ. അപ്പം ബക്കറ്റ് ലിസ്റ്റിന് വേണ്ടി തന്നെയാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വളകാപ്പ് നടക്കാനുള്ള കാരണം. അപ്പോൾ എനിക്കറിയാം ഇന്ന് ഇത്രയും ബുദ്ധിമുട്ട്. ഇന്നിപ്പം ഞങ്ങൾക്ക് ഇനി 7 ദിവസം, എത്ര ദിവസമുണ്ട് പ്രസവത്തിന്? 9 days. ഇനി 9 ദിവസം കൂടെ ഉള്ളു നമ്മുടെ ഡെലിവറി ബേബി വരാനായിട്ട്. അപ്പോൾ ഈ 9 ദിവസത്തിനായതുകൊണ്ട് തന്നെ നല്ല റിസ്ക്കാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ മെനങ്ങാന്ന് കണ്ണൂർ, ഇന്നലെ കോട്ടയം, ഇന്നലെ തന്നെ കോതമംഗലം ഒക്കെ ടയർഡായിട്ട് നമ്മൾ വന്നതാണ്. എങ്കിലും ദിസ് ഈസ് ടു മച്ച് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കാരണം നീ തന്നെ അപ്പം ബക്കറ്റ് ലിസ്റ്റ് ഇവിടെ തീർത്തുകൂടെ നമുക്ക്? ഇല്ല, ഇനിയും ഒന്നും കൂടെ ഉണ്ട്. എന്താണത്? എനിക്ക് പുറത്ത് ഫുഡ് കഴിക്കണം. നിനക്ക് ഞാൻ എന്നും ഫുഡ് വാങ്ങിച്ചു തരുന്നില്ലേ? അത് വീട്ടിൽ വാങ്ങിച്ചു തരുന്നില്ല, ഇത് നൈറ്റ് പുറത്ത് പോയി കഴിക്കണം. അതും കൂടി കഴിയുമ്പോൾ ഇനി ഒരു വീഡിയോ, ഇനി ഇത് തീരുന്നില്ല. അപ്പം എന്താണ് അതിൻ്റെത്? എവിടെ കൊണ്ടുപോകണ്ടേ? എവിടെയെങ്കിലും പോയാൽ മതി. ജസ്റ്റ് പുറത്തൊന്ന് പോകണം, നൈറ്റ് ഡ്രൈവ്. ശരി, അപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവിന് കൂടെ നമുക്ക് ഇവൻ്റെ ബക്കറ്റ് ലിസ്റ്റ് പ്രഗ്നൻസി പീരീഡിൻ്റെത് തീർക്കും എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഗ്യാരണ്ടി. അത് തീരണം കേട്ടോ. നല്ല അടിപൊളി സ്വർണ്ണമല്ലേ. ഇതാരാ? ഇതെന്തുവാ? ഇതേത് ദൈവമാ നിങ്ങള്? ഇതാണ് കൃഷ്ണൻ. കൃഷ്ണൻ തന്നെ. അപ്പൊ കൃഷ്ണ അപ്പൊ ആൺകുട്ടിയാണ് കേട്ടാ. ബ്യൂട്ടി സ്റ്റിക്ക് വെക്കണം, കണ്ണ് വെച്ചാണ്ടിരിക്കാൻ. ഞാൻ മറ്റേ ഷൂട്ടിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇത് രണ്ടും DK ആണ് കേട്ടോ. ദുർഗാകൃഷ്ണനും ദുഷ്യന്ത് കൃഷ്ണനും. ദുർഗയ്ക്ക് ഇന്ന് നല്ല തിരക്കുള്ള അവസ്ഥ. അയ്യർദ് അറേബ്യയുടെ എന്റെ പടത്തിന്റെ ഓഡിയോ ലോഞ്ചും ഇതും ഒരേ സമയമാണ്. അവിടെ പാലിയാച്ച, ഇവിടെ അതുകൊണ്ട് ദുർഗയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഓടാൻ പോകുന്ന ആള് കേട്ടോ. ഞാൻ എത്തിയതേ ഉള്ളൂ. കോഴിക്കോട് നേരെ വീട്ടിൽ കയറിയിട്ടില്ല, നേരെ ഇവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞങ്ങളെ 3 പേരെയും കണ്ടിട്ടുണ്ട് ഒരു 2 വർഷം മുമ്പ്. അതെ, ദുർഗയുടെ വെഡിങ്ങിന് മണിയായിരുന്നു അന്ന് ഹെയർ സ്റ്റൈലിന് വന്നിരുന്നത്. After that you are seeing her അത് വന്നപാടെ இந்த മൂഞ്ചി അമ്പ വർക്കാ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് after that now you are doing some hair for her. അവന് നമ്മുടെ സാരി ഡ്രേപ്പിസ്റ്റ് ആണ്. She is wearing ദാവണി.
അപ്പം ഇത് ഷെറിലിൻ്റെ സിസ്റ്ററാണ്. എങ്ങനെയുണ്ട് ഇപ്പം? നീ എങ്ങനെയുണ്ട് ആദ്യം? ഞാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇവളെ കുറിച്ച് ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതിൻ്റെ റീസണാണ് ഈ ഇരിക്കുന്ന ആൾ. ബിക്കോസ് ഇതെൻ്റെ സ്വന്തം സിസ്റ്റർ. ഇവളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. ഇന്നുള്ള എല്ലാ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടാക്കി തന്നത് ഇവളാണ്. ഇവളുടെ പേരാണ് വൈശാലി. അപ്പം വികാസ് വൈശാലി. എനിക്ക് ഇതുവരെ മേക്കപ്പ് ചെയ്ത് തന്നിട്ടില്ല. മേക്കപ്പ് എന്നിട്ട് ഇതുവരെ മേക്കപ്പും ചെയ്ത് കൊടുത്തിട്ടില്ല. അതാണ് കോമഡി. കൊച്ചിലെ മുടി ഇട്ട് തരുമായിരുന്നു. അതെ അതെ, അന്ന് മുടി ഇങ്ങനെ പിന്നെ ഇട്ട് തരും. അപ്പം ഇനി ഞാൻ ഒരു ഷൂട്ടിന് ഇവളെ മോഡലാക്കി ഒരു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പാല് കാച്ചിന് മേക്കപ്പ് ചെയ്തത്. അതെ, ഇവളുടെ വീട്ടിൻ്റെ പാല് കാച്ച് കൊല്ലത്ത് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന് ഒരു മേക്കപ്പ്. കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടാണ് ഇന്ന് മണി എനിക്ക് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് കൃഷ്ണനും രാധയും ആരായിരുന്നാലും തലയിലിപ്പോൾ ഉണ്ട്. കൃഷ്ണനും രാധയും നമുക്കിങ്ങനെയല്ലേ വെക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ആരാ വരപ്പോറേന്ന് 27th അറിയാം. ഇറ്റ്സ് ടു നൈസ്. നമ്മളെന്തായാലും ഇനി എനിക്ക് ഈ ഒരു ലുക്കിലോട്ട് എന്നെ കൊണ്ടുപോകാൻ ഒരുപാട് സഹായിച്ച ആൾക്കാരിൽ ഏറ്റവും പ്രധാനം ഓഫ് കോഴ്സ് ഈ ഒരു സാരിയാണ്. അപ്പോൾ സാരിയിൽ എനിക്ക് വേറൊരു ഓപ്ഷനേ ഇല്ലായിരുന്നു അല്ലേ നമുക്ക്. ഫാറ്റീസ് എന്ന് പറയുമ്പം നൗഷി മാം, പത്മ ചേച്ചി, അപ്പം ഇവരൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രിയപ്പെട്ട ഒരു കാര്യത്തിൽ ഞാൻ വേറൊരു ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. ആൻഡ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടി മേളിപ്പോയി. ഈവൻ നമ്മുടെ ഡിസൈൻസ് ആയിരുന്നാലും, ഈ ബ്ലൗസ് ഡിസൈൻസ് ആയിരുന്നാലും, ഇപ്പം ഞാൻ ഈ അടുത്ത് കാർത്തികയുടെ വെഡ്ഡിങ്ങിനായിരുന്നാലും ഫാറ്റീസ് ആയിരുന്നു അതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തതും, ഈവൻ ദുപ്പട്ടയൊക്കെ അന്നേ ഞാൻ തീരുമാനിച്ചതാണ് നമ്മുടെ ഒരു ഫംഗ്ഷന് ഫാറ്റീസ് ആയിരിക്കും. പക്ഷെ അത് നമ്മുടെ വാക്കുകൾക്ക് മേളിപ്പോയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അതാണ് നിങ്ങളിന്ന് കാണുന്നത്. ബിക്കോസ് ഷെറിലിനെ എപ്പോഴും ഒരു പിങ്കിഷ് റെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ പിങ്കിഷ് റെഡ് അല്ലേ ഇത്, ഈ ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കും. അപ്പോൾ ഒരു റാണി, അതെ, റെഡിഷ് റാണി പിങ്ക് ഡ്രസ്സിൽ തന്നെ നമുക്ക് ചെയ്യാം. എനിക്ക് തടി തോന്നിക്കല് സോഫ്റ്റ് സിൽക്ക് ആയിരിക്കും, പക്ഷെ അത് കറക്റ്റ് അങ്ങനെ തന്നെ കിട്ടിയ സ്റ്റഫ്. അതെ, ജ്വല്ലറി പിന്നെ ആർക്കും അറിയാം, നിങ്ങളെല്ലാവരും കണ്ടതാണ് ഞാൻ എവിടെ നിന്നാണ് ജ്വല്ലറി എടുത്തതെന്നൊക്കെ. അപ്പോൾ DC അന്ന് ഞാൻ എടുത്തത് ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫാറ്റീസിൻ്റെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഇപ്പം ഷെറിൽ കുറച്ച് ഡള്ളായിരുന്നു ഈ ഒരു സമയത്തിന്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് തന്നെ നമ്മൾ എടുത്തുകൊണ്ടാണ് നമുക്കത് നല്ലപോലെ സ്കിൻ ടോണിന് അത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിനെന്നെ ഫുൾ സെലക്ഷന് കൂടെ നിന്നത് നൗഷി മാമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഫാറ്റീസിൽ പോയാലും, അത് വേൾഡിൽ എവിടെ ഫാറ്റീസിൽ പോയാലും നൗഷി മാം അവിടെ നിന്നുകൊണ്ട് നമ്മളടുത്ത് കോണ്ടാക്റ്റ് നമുക്ക് ചെയ്ത് വേണ്ട സ്റ്റൈലിംഗ് ഹെൽപ്പിംഗ് തരും. എല്ലാവരും പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് മാക്സിമം അടിച്ചു പൊളിക്കാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് തന്നെ പേഴ്സണലായിട്ടൊരു ചാർട്ടില്ല,
എന്താണ് നെക്സ്റ്റ്, ഒന്നുമില്ല. എല്ലാം നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കുകയാണ്. അപ്പം എനിക്ക് ആകെ ഉള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഡാൻസ് കളിക്കും, എല്ലാവരും പാട്ട് പാടും. നമ്മളെല്ലാവരും ഇത് മാക്സിമം തകർത്ത് മാക്സിമം അടിപൊളി ആക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ. ചേച്ചി ഞാൻ സംഭവിച്ചു 7 മാസം കിടന്ന കിടപ്പ് എന്തൊരു ഡെഡിക്കേഷൻ ആയിരുന്നു, പെർസിവറൻസ് ആയിരുന്നു. എത്ര നേരം എടുത്തോണ്ട് ഒരുങ്ങാനായിട്ട് ആണോ തീർന്നതല്ലേ? അപ്പൊ എപ്പോഴും മോളിലേക്ക് വരാം ആണോ? Thank you so much first of all ഇവിടെ വന്ന each and everybody. കാര്യം ഈ each and everybody എന്ന് പറയുമ്പോൾ എല്ലാവരെയും എനിക്ക് അറിയാവുന്നതാണ്. And എല്ലാവർക്കും so close to heart. അത് നമുക്ക് എല്ലാവരും നമ്മുടെ ആ മെമ്മറീസ് അറിയാമല്ലേ? നമ്മുടെ ഓരോ മെമ്മറീസ് so special. അപ്പൊ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു മെമ്മറിയിലാണ് ഇപ്പം മെമ്മറി അല്ല എന്റെ ഏറ്റവും വലിയ എന്താ പറയുക മെമ്മറി ആകാൻ പോകുന്ന ഒരു മൊമെന്റിലാണ്. ഇതിന്റെ എല്ലാ ഫേസും എന്റെ മൈൻഡിൽ ക്ലിക്ഡ് ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.
ഈവനിങ് എവരിബഡി. ഇനി ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാനുള്ള കാര്യം, ഞങ്ങൾക്ക് കുട്ടികൾ ആവണമെന്ന് ആഗ്രഹമായിട്ട് കുറേ നാളുകൊണ്ട് ഞങ്ങൾക്ക് ഇരുന്നതാണ്. ഞങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് ആയാലും ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നത് ഈ നിന്റെ രണ്ടുപേരാണ്, ഡോക്ടർ സിരി ആൻഡ് ഡോക്ടർ കൃപ. ലൈഫ് ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അവിടുത്തെ ഞങ്ങൾക്ക് ഇന്ന് എത്രത്തോളം സന്തോഷമുണ്ട്. എനിക്ക് ദൈവമാണ് ഇവരെ തന്നെ ആദ്യം എന്നോട് വെൽറ്റ് ചെയ്യുന്നതാണ്. ഡോക്ടർ താങ്ക് യു സോ മച്ച്. എനിക്ക് വേർഡ്സ് ഇല്ല പറയാൻ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലുമൊക്കെ ഈ ഒരു പ്രഗ്നൻസി സമയത്തിന് അറിയാനോ ടെൻഷനോ ഈവൻ കോമഡിക്ക് വേണ്ടി സ്നേഹം വിളിക്കുന്നത് അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഞാൻ എല്ലാ ദിവസവും ചോദിക്കും, എന്റെ വീഡിയോ കണ്ടോ, എന്റെ വീഡിയോ കണ്ടോ, എന്റെ വീഡിയോ കണ്ടോ. ഇനി ചേട്ടന് സമയമില്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, കൊറേ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ശരിക്കും അങ്ങനെ ഉണ്ടാവോ? ഞാൻ ശരിക്കും അങ്ങനെ ഉണ്ടാവും. ഈ ഓർഡിനറിന് ശേഷം ഇത്രയും ഒരു ഓർഡിനറി അല്ലാതെ ഇത്രയും യുണീക്ക് ആയിട്ട് ഈ സൗന്ദര്യം എങ്ങനെയാണ് കാലം സൂക്ഷിക്കുന്നത്? താങ്ക് യു ഫോർ കമ്മിങ്. അതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നാലും തിരുവാതിര കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് തിരുവാതിരയ്ക്ക് വേണ്ടി ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച് ഇത് വന്നേ. എല്ലാവരുടെയും വികാസാറിന്റെ കുടുംബത്തിന്റെയും അതേപോലെ ഷേർലി മാഡത്തിന്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. I am so blessed എന്ന് എനിക്ക് ഈ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്യുന്നത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും എന്നെ ഇഷ്ടമുള്ളവരാ. എന്നെ ഇഷ്ടമുള്ളവരല്ല എല്ലാവരും അല്ലേ?
ഇതിനകത്തുള്ള ആള് ഞാൻ വിളിക്കുമ്പോൾ അനങ്ങും. അപ്പൊ ഇവള് ഫുൾ ടൈം സംസാരിക്കും, പക്ഷെ അനങ്ങുന്നില്ല. ഞാൻ വിളിക്കുമ്പോ കറക്റ്റിന് ആ ആള് അനങ്ങും. ഇപ്പോഴും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അനങ്ങും കേട്ടോ. Thank you so much. Thank you so much. Thank you so much. Thank you so much. Without you, I can't make this dream this much happy. Thank you so much. Pijo, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു റീൽസ് കണ്ടവരറിയാം. കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണനെ കാണാൻ പോയപ്പോൾ ഗുരുവായൂരിൽ കാണാൻ പോയപ്പോൾ എൻ്റെ ഒരു ബ്രൈഡ്, ഞാൻ ഒരിക്കൽ ബ്രൈഡ് ഗ്രൂമിന്റെ അമ്മയാണിത്. അപ്പം ചേച്ചി, ഐ ആം സോ ഹാപ്പി. എനിക്ക് മേക്കപ്പ് വഴി പരിചയപ്പെട്ട എൻ്റെ ബന്ധങ്ങൾ, എനിക്ക് കിട്ടിയ ബന്ധങ്ങളാണ് ഇവരൊക്കെ. അപ്പൊ അത് മേക്കപ്പ് വഴിയാണ് എനിക്ക് ദൈവം തന്നത്. അതാണ് ടിജോയുടെ അമ്മ. പിന്നെ എന്റെ ബ്രൈഡ്, എന്റെ വേറെയും ബ്രൈഡ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആകെ ഒരു ബ്യൂട്ടീഷ്യൻ അസോസിയേഷനിലെ ഞാൻ മെമ്പറായിട്ടുള്ളത്. അത് സിബ, അതായത് സൗത്ത് ഇന്ത്യൻ ബ്യൂട്ടീഷ്യൻ അസോസിയേഷനിലാണ്. എനിക്ക് ആദ്യമായിട്ട് സെമിനാർ നടത്തിക്കുന്ന, ഞാൻ ഒരുപാട് ബ്രൈഡൽ സെമിനാർസ് നടത്തുന്നത്, അതിന്റെ ഉത്തരവാദി ഈ മനുഷ്യ സ്ത്രീയാണ്. കുറിച്ച് പറയാൻ there is no words because എന്റെ most happiest മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് താങ്ക് യു വെരി മച്ച്. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. എന്റെ രണ്ട് വലിയ വെച്ചുമാർ ഇവിടെ വന്നത്, അവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സബ്സുമായിട്ട് ബന്ധപ്പെടേ. ദിസ് ഈസ് വല്യമ്മച്ചി നമ്പർ 1. നമ്പർ 1 ഇവിടെ കണ്ട നമ്പർ 1 പ്ലീസ് കം. ഇത് ശൈലാമയാണ്. ശൈലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ UAക്ക് DBAക്ക് പഠിക്കുമ്പോൾ ശൈലാമയുടെ ഫുഡ് ഇല്ലാതെ എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓമന വല്യമ്മച്ചിനെ കുറിച്ച് പറയണമെങ്കിൽ എന്താ വല്യമ്മച്ചി, ഇത് രണ്ടും എന്റെ അമ്മമാരാണ്. പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോള് ഇവിടെ എവിടെയോ ഉണ്ട്, സോജ, മിസ്സസ് സോജ. ഇനി ഞാൻ പറഞ്ഞുതരാം, വാ. ഇതാണ് അടുത്ത എന്റെ ചേച്ചി. ഈ വല്യമ്മച്ചിയുടെ മോളാണ് ഈ ചേച്ചി, അതാണ് സന്ധ്യ ചേച്ചി. അപ്പൊ വല്യമ്മച്ചിയുടെ മോൻ കെട്ടിയത് ഒരു സന്ധ്യ ആയപ്പം അത് കൊച്ചു സന്ധ്യ, ഇത് വലിയ സന്ധ്യ, ഇത് കൊച്ചു സന്ധ്യ. പ്ലീസ് കം മിസ്സസ് കൊച്ചു സന്ധ്യ. അപ്പൊ ഇത് നാത്തൂനാണ്, പക്ഷെ പോരൊന്നുമില്ല. സുനിൽ ചേച്ചി. ഇനി എനിക്ക് പറയാനുള്ളത് ഓഫ്കോഴ്സ് പൊന്നു. പൊന്നുവിനെ പറയുന്നത് പൊന്നു കുറച്ചുകൂടെ ആൾക്കാരാണ്. പൊന്നു എന്ന് പറയുന്നത് ഷെറിലിന്റെ സിസ്റ്റർ ആണ്. അപ്പം ഷെറിലിന്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്റെ സിസ്റ്ററാണ്. എനിക്ക് ഇവിടെ കണ്ട ഇഷ്ടം ആരെയെന്ന് പറയുന്നത് ഇവളുടെ മോന്, അത് ഇളയ മോന്, എല്ലാ മോനെയാണ് ഇളയ മോന്. എവിടെ ഓടുക എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് ഇവനാണ് കേട്ടോ. സോ വെരി മച്ച് വാല്യുബിൾ ആണ്. പൊന്നിന്റെ ഹസ്ബൻഡിനെ കൂടെ വിളിക്കാം, അഭിലാഷ് ശശികുമാർ. എന്റെ കല്യാണ വീഡിയോയില് കോമഡി എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കല്യാണ ചെക്കൻ ആണോ എന്ന് പലരും തോന്നും. ഞങ്ങൾ ഇനിയിപ്പോ ഒരു പാട്ടൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മള് സസ്പെൻസ് ആയിട്ട് നമ്മുടെ ആങ്കർ നിർബന്ധിച്ചാലേ ഞാൻ പാടൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ അതല്ല, ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പാട്ട്. എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു നിർബന്ധിക്കണം. കാര്യം അത്രയ്ക്ക് ഹൊറിബിൾ ആണ് എന്റെ സൗണ്ട്. അപ്പം നമ്മുടെ ഇവിടെ വലിയ നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം ഈ പാട്ടുകാരുടെ ഇടയിൽ ഞാൻ ഈ ഹൊറിബിൾ സൗണ്ട് വെച്ച് പാടിയാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ ഞാൻ പാടും. കാര്യം എന്ന് വെച്ചാല് ഇന്നാണ് എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. എനിക്ക് എന്റെ അനിയന്റെ അടുത്തൊരു അസൂയുണ്ട്. എനിബഡി ക്യാൻ ടെൽ. എന്റെ അമ്മായിമ്മ എന്തോ പറയുന്നുണ്ട്, മൈക്കൊന്ന് കൊടുക്കുക. എന്റെ അനിയന്റെ അടുത്തുള്ള ഏറ്റവും വലിയ അസൂയാണ് ഇവന്റെ പേര്. എനിക്ക്
എനിക്ക് ഒരിക്കലും നഷ്ടമായതാണ് ഇവന്റെ പേര്. കാര്യം ഇവന്റെ പേര് എന്റെ അച്ഛന്റെ പേരാണ്. എന്താ നിന്റെ പേര്? അനിരുദ്ധ്. എന്റെ അച്ഛന്റെ പേരാണ് അനിരുദ്ധ്. അനിരുദ്ധൻ ഉണ്ടായതാണ് ഇവൻ. എന്താ പേര്? മാണിക്കൻ. അതും പുറത്തുപോയി, അതാണ് കോമഡി. എന്റെ അച്ഛന്റെ 2 പേരാണ് അനിരുദ്ധൻ ആൻഡ് മാണിക്കൻ. 2 ഇവ കൊണ്ടുപോകും. അപ്പം ഓഫ് കോഴ്സ് എന്റെ അനിയന്റെ അടുത്തുള്ള എന്റെ ഏറ്റവും വലിയ അസൂയാണ്. അടുത്തത് എനിക്കിനി പറയാൻ ഓഫ് കോഴ്സ് ആരായിരിക്കും ഉണ്ടാവുക? എനിബഡി ക്യാൻ ഗസ്? നിഖിലിന് മുമ്പ് ഒരാളും കൂടെ ഉണ്ട്. ആ ആളുടെ പേരിലാണ് എന്റെ വീട്ടിന്റെ പേര് ഇരിക്കുന്നത്. അത് വേറെ വൈശാലി, അതായത് ആര്യ എന്നറിയപ്പെടുന്ന വൈശാലി. അത് വേറെ ഒരുപാട് പേര് വൈശാലി വൈശാലി എന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ വൈശാലി എന്നുള്ള പേര് മാറ്റിയിട്ട് ആര്യ എന്നിട്ടത്. മൈ സിസ്റ്റർ, മൈ ബ്യൂട്ടിഫുൾ സിസ്റ്റർ, വൺ ആൻഡ് ഓൺലി സിസ്റ്റർ. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗണിലും എൻ്റെ പ്രൗഡായിരുന്ന മൊമെന്റില് എനിക്ക് കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ സിസ്റ്റർ. എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗണിലും എനിക്ക് ചിലപ്പം എന്താ പറയുക, ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് അല്ലേ, ഭയങ്കര ഇമോഷണലൊക്കെ. കാരണം എനിക്ക് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു യൂട്യൂബിൽ 12 ലക്ഷം സബ്സ്ക്രൈബറായി. അപ്പൊ ഞാൻ ഈ കണ്ടിട്ട് പറഞ്ഞ നമ്മൾ തീരെ രാത്രിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അത് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയ സമയത്ത് കയ്യിൽ 10ന്റെ പൈസ ഇല്ല, വീട്ടിലെ റേഷനറി, ആ കഥയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അണ്ണൻ പറഞ്ഞു അതങ്ങനെ നമുക്ക് ലൈഫിൽ ഒരു നല്ലൊരു ലൈഫിലെ ഏറ്റവും വലിയ എനർജിയുമായിട്ട് എന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളുണ്ട്. അയാള് അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങനെ വന്ന മൈ ബ്രീത്ത്, മൈ ട്രസ്റ്റ്, ദ മോസ്റ്റ് ബിലീവബിൾ പേഴ്സൺ ഇൻ മൈ എൻ്റയർ ലൈഫ്, മിസ്റ്റർ ഷാനു ഷംസുദ്ദീൻ. ഞാൻ എന്റെ ലൈഫിൽ എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരാളാണ്. എന്റെ മോശവും സന്തോഷവും ദേഷ്യവും ഒക്കെ അറിയാവുന്ന ഒരേ ഒരാള് ലോകത്ത്, ദാറ്റ് ഈസ് ഷാനു ഷംസുദ്ദീൻ 10C. പിന്നെ റസ്വാൻ ഷാ, അവരുടെ ഫാമിലി വിളിക്കാം. പ്ലീസ് കം. എനിക്ക് still I remember the day when I see you first time in the Tirunelveli airport, man. It was a small ഒരു ബോട്ടിലിന്റെ അത്രയുള്ള ഒരാളാണ്. I still remember you. ഇപ്പൊ എന്നെ കാട്ടി വലുതായി, എന്റെ ഷർട്ട് ഒക്കെ ഇടാറുണ്ട്. അത്രയ്ക്കും ഗ്രോൺ അപ്പ് ആയി. I am so blessed to hold you like this. പിന്നെ എനിക്ക് ഇനി ഒരാളെ വിട്ടുപോയ ഒരാളുണ്ട്, സോജ തമ്പി. സോജ ജാക്കി എന്ന് അറിയപ്പെടും. സോജ വാ. ഈ 2 മുഖം കണ്ട എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. കാര്യം ഇത് എന്റെ കുഞ്ഞമ്മയുടെ മോളാണ്. ഇപ്പോഴാണ് എന്റെ ഫാമിലി കാര്യം. എന്റെ ഫാമിലിയിൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഷെറിലിന്റെ മോളാണ്, അതിന് എന്റെ മോളാണ് വൈഗ. He has
VKS ആക്കിയ ആളാണ് നിൽക്കുന്നത്. Because VKS എന്ന് പറഞ്ഞാൽ VKS ആണ്. എല്ലാവരും ചോദിക്കാറില്ലേ എന്താണ് VKS? ഇവരാണ് VKS ആക്കിയത്. ഞാൻ വെറും നോർമൽ വികാസ് എന്ന് പറഞ്ഞ വികാസ് ആയിട്ട് തന്നെ പട്ടിണി പനിവെട്ടമുണ്ട് ടാപ്പ് വെള്ളവും കുടിച്ച് നിന്ന എന്നെ ഇന്ന് ഈ കാണുന്ന നിലയിലാക്കിയ മൈ പ്രിവിലേജ് മൈ അഹങ്കാരം എനിക്ക് മാത്രം ലോകത്ത് സ്വന്തമായിട്ടുള്ള അഹങ്കാരം ആണ്. വിത്തൗട്ട് നിക്കൽ വികേസ് ഇല്ല, വികാസേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സാപ്ല പോലോസ്. മെറ്റർനിറ്റി ഷോട്ട് ഫുള്ള് ഡിസൈൻ ചെയ്ത ഒരാളാണ്. നല്ല ഡിസൈൻ ചെയ്ത് ഡിസൈനറുണ്ട്. എനിക്ക് ഞാൻ കച്ചവടക്കാരൻ മാത്രമാണ്, പക്ഷേ ഡിസൈനർ പക്ഷേ നന്നായിട്ട് വികാസേൻ്റെ പരിപാടി ഏറ്റവും നന്നാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു ജോയൽ. ഒരു ബ്രൈഡ് ഇവിടെ ഇപ്പോണ്ട്. പക്ഷെ ആ ബ്രൈഡ് ഒരു മിസ് സൗത്ത് ഇന്ത്യ ആണ്, ഒരു മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ആണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ആണ്. പിന്നെ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കൊടുങ്ങല്ലൂരിലുള്ള. എനിക്ക് എപ്പോഴും ആ ബ്രൈഡിനെ കുറിച്ച് പറയുമ്പോൾ ബ്രൈഡിനെ അല്ല ഓർക്കുന്നത്, ബ്രൈഡിന്റെ അമ്മേനെ ഞാൻ ഓർക്കാറുണ്ട്. ഭയങ്കര വെട്ടം വിതറി ഇവിടെ വരാൻ പോവാണ്. ആ ബ്രൈഡിന്റെ പേര് വരാറില്ല, ലക്ഷ്മി മേനോൻ. ലക്ഷ്മി പ്ലീസ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ലക്ഷ്മി. എനിക്കത് ലക്ഷ്മി എനിക്ക് ദുർഗയെ പോലെയാണ് കേട്ടോ. ലക്ഷ്മി ഞാൻ ആക്ച്വലി ഇവിടെ ഒന്ന് സംസാരിക്കേണ്ടി വിചാരിച്ചില്ല. ബിക്കോസ് ഞാൻ എന്താ പറയാ മോഡലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു 6 വർഷം 7 വർഷം മുമ്പാണ്. അപ്പൊ തൊട്ട് ബിക്കോസ് നായിക ഷൂട്ട് തൊട്ട് എൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ നമ്മൾ കല്യാണ സമയമാകുമ്പോൾ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ കുറച്ചുകൂടി കൂടുതൽ അടുക്കുക. അതിന് മുമ്പേ അടുപ്പുണ്ടായിരുന്നു. ജ്വല്ലറി സെലക്ഷൻ ആണെങ്കിൽ എല്ലാം നമുക്ക് എന്താ പറയാ ബിക്കോസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു ടെൻഷൻ ഇല്ല. ലൈക്ക് ഐ വ്യൂ ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. കല്യാണത്തിന് അന്നാണെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു നമ്മുടെ ഫാമിലി തന്നെയാണ് എല്ലാവരുടെ ഒപ്പം നിന്ന് എല്ലാത്തിനും വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു യു. എനിക്ക് ഇനി പറയാൻ സന്തോഷ്, ആന്റണി, രാജു, അജയൻ, ഞാൻ ഇവിടെ ഇപ്പൊ കാണുന്നവരുടെ പേരാണ് വിളിക്കുന്നത് കേട്ടോ. സ്വാമിയെ ശിവകാന്തിയെ ശിവനിൽ നീയും പാതിയെ ഞാൻ താനെ പുരിയുമാ. കുഞ്ഞിളം
എന്റെ ആന്റി വരുന്നവരാണ്. എന്നെ കറക്റ്റ് ടൈമിന് എവിടെയെങ്കിലും കൂടെ എത്തിക്കണമെങ്കിൽ കണ്ണു അടച്ചിരിക്കണമെങ്കിൽ അത് ഇവൻ തന്നെ വേണം കേട്ടോ. ഫിസിക്കൽ മൊമെന്റ് ആക്കി തന്ന ആൾക്കാരുണ്ട്. ഇതിലോട്ട് യൂട്യൂബിൽ ഇത്രയും മനോഹരമാക്കാൻ പറ്റില്ല. പ്ലീസ് രോഹിത്, ശ്രീജിത്ത്, അമൃത, നിങ്ങൾ മൂന്നുപേരും ഇല്ലെങ്കിൽ എന്താ അപ്പൊ ശ്രീജിത്ത് ഇന്നിപ്പം നമ്മുടെ സരിഗമ സരിഗമ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്റെ വിദ്യയില് സരിഗമ എന്ന് മാത്രമേ വരാറുള്ളൂ. അപ്പം ശ്രീജിത്താണ് നമ്മുടെ കണ്ടസ്റ്റന്റ് ആണ്. ടോപ്പ് 10-ലായി ആൻഡ് ഐ റിയലി വിഷ് ഹി വിൽ ബി ദ വിന്നർ. എന്റെ ശ്രീദേവി അത് വേറെ ആരുമല്ല, എന്റെ ഐശ്വര്യമാണ് ഇന്ന് എന്റെ മക്കളെ കയ്യിലിരിക്കുന്നത്. ദുർഗാകൃഷ്ണ വൈശാലി പോലെ തന്നെ ഈക്വൽ ക്ലാസ്സിൽ രണ്ടുപേരെ നിർത്തി അപ്പുറം നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ദുർഗാകൃഷ്ണ.